എരണം കെട്ടവര് നാട് ഭരിച്ച നാടിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. ഓഹോ, അവരൊക്കെ തന്നെയാണ് ഇപ്പൊ നാട് ഭരിക്കുന്നതല്ലേ. അപ്പോ എരണം കെട്ടവര് നാട് ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിയെന്നാണ് മുരളിച്ചേട്ടൻ പറയുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. PM ശ്രീ ഞങ്ങൾ അങ്ങ് കടലിലേക്ക് എറിയും, ഉപ്പുമാങ്ങ പോലെ ഉപ്പിലിട്ട് കളിക്കും, എന്തൊക്കെയായിരുന്നു. അവസാനം ഇല്ലാത്ത ഒരു ഒപ്പിന്റെ പേരും പറഞ്ഞിട്ട് അത് CPIഎമ്മിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഊരിപ്പോരാനാണ് കാവിക്കളസം ചേട്ടായി തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഡൊണേഷൻ തന്നെയാന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങളെ ഇപ്പൊ കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ. കാരണം അവരെല്ലാവരും ഒരേപോലെ തന്നെ നുണകൾ പൊളിച്ചടക്കാൻ നോക്കുന്നു. എന്തുവാടേ ഇത്, കാണാം. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. പിന്നല്ലേ, നമ്മൾ വല്ലാത്ത ആലോചനക്കാരനല്ലേ. പഠിച്ച് 5 കൊല്ലം കഴിയും എന്റെ നടേശേട്ടാ. നടേശനല്ലല്ലോ, എന്ത് പേര്, സത്യം മാത്രം പറയുന്ന ആള്. നുണേശേട്ടൻ. നുണേശേട്ടാ, എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്? ഇനി ഈ നുണക്കുള്ള മറുപടി കേൾക്കണ്ടേ? അതാണ് കേൾക്കേണ്ടത്. ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. PM ശ്രീക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. PM ശ്രീയുടെ പേരിൽ 1 രൂപയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ പൊന്നെ, മാളത്തിൽ ഒളിച്ചെന്നൊക്കെ പറഞ്ഞു കേൾക്കണേ എന്റെ സതീശ മുതലാളി. ഞങ്ങൾ കാര്യമായിട്ട് പറയാണ്, നിങ്ങളതൊക്കെ ബിസിനസ് ആയിട്ട് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞാണ് മുതലാളിയെ, നമ്മളൊരു സാധാരണക്കാരാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നുണ പറഞ്ഞിട്ട് തലയിൽ കുത്തിക്കയറ്റാൻ നോക്കിയാ അത് ഇവിടെയുള്ള മാധ്യമങ്ങൾ പൊളിച്ചടക്കും. ഇനി ഒന്നും വേണ്ട, സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി ഇറങ്ങിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ പാടെ ChatGPT കൊണ്ടെടുത്താലും കാര്യങ്ങൾ മനസ്സിലാവും. വിവരാവകാശ പ്രകാരം 20 രൂപയുടെ കേസുകൾ എന്തും കിട്ടും. ഇവിടെ ജനാധിപത്യ രാജ്യമാണേ. ഇവിടെ അതിൻ്റെതായ ഓരോ നീക്കുപോക്കുകൾ ഉണ്ട്. ഈ സതീശേട്ടൻ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു UDF ഇനി സ്വപ്നം പോലും കാണേണ്ടി വരില്ല. കാരണം ലീഗുകാർ വരെ പിടിച്ച് പുറത്താക്കും. കണ്ടോ, ലീഗുകാർക്ക് മടുത്തിക്കുന്നു കേട്ടോ. ഈ UDFനെ കൊണ്ട് ലീഗുകാർക്ക് മടുത്ത്. അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടേ. അവർക്ക് കൃത്യമായിട്ട് RSS അജണ്ട നടപ്പിലാക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ലേ. വന്ദേ മാതരം അവിടെ ആലപിച്ചപ്പോ പോലും ഒന്നും പറയാൻ കഴിയാതെ അവർ ആകാശം നോക്കി നിൽക്കണതൊക്കെ നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. അതായത് നിലപാട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടില്ല എന്ന് പറയേണ്ടി വരും. 2 കൂട്ടരെയും കണക്കതാണെന്നുള്ളതാണ്. ബാക്കി കേട്ടാട്ടെ. ഇനിയാണ് പൊളിച്ചടക്കൽ നാടകം മഹാമഹം. ശരിയാണ്, PM ശ്രീ പദ്ധതിയിൽ 2ാം പിണറായി സർക്കാർ ഒപ്പിട്ടു. അത് വസ്തുതയാണ്. അതിന്റെ MOU ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. 2025 ഒക്ടോബർ 16 ഈ MOU ഒപ്പിട്ടത്. ആരൊക്കെ തമ്മിൽ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനും കേരള സർക്കാരും തമ്മിൽ. ആ ധാരണാപത്രം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നടന്നു. താൽക്കാലികമായി ഈ പദ്ധതി അത് മരവിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി IAS ഒപ്പിട്ട കത്താണ്. ധാരണാപത്രവുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചുവെന്നും അതുവരെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനിച്ചു എന്നാണ് ഈ കത്തിൽ പറയുന്നത്. ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം മാത്രമായിരിക്കും എന്തെങ്കിലും തുടർ നടപടി കേരള സർക്കാർ സ്വീകരിക്കുക എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. ഇനി എന്നാണ് ഈ കത്ത് അയച്ചത്? അത് 2025 നവംബർ 12 ഒപ്പിട്ടത് ഒക്ടോബർ 16. കത്തയച്ചത് നവംബർ 12. അതായത് ധാരണാപത്രം ഒപ്പിട്ട് 1 മാസം തികയും മുൻപ് കത്തയച്ചു. പക്ഷെ എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? 28 ദിവസം കൊണ്ട് ഈ പരിപാടി നടപ്പിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ PM ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ പലയിടങ്ങളിൽ ഒട്ടിക്കേണ്ടി വരും. ഇപ്പൊ റേഷൻ കടയിൽ ഒട്ടിക്കണം പറഞ്ഞു, സെൽഫി പോയിന്റ് വെക്കണം എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തടഞ്ഞു. കാരണം ഇത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചെയ്യുന്ന കാര്യത്തിന് എന്തിനാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുന്നത്? ആണത്തത്തോട് കൂടിയിട്ട് അങ്ങ് ചോദിച്ചു. പലതും ചോദിക്കാറുണ്ട്, പക്ഷെ ഇതൊന്നും ഇവര് കാണൂല. പൂക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മാത്രം മതി. ആരോടും ചോദിക്കില്ല കേട്ടോ. നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിക്കില്ല, മുട്ട് വിറയ്ക്കും. കാരണം അന്തർധാര സജീവമാണല്ലോ. പിന്നെ എങ്ങനെയാണല്ലോ ചോദിക്കുക? RSSമായിട്ടുള്ള അന്തർധാര വേറെ അവിടെ കിടക്കുന്നുണ്ട്. BJP ആയിട്ട് പിന്നെ പബ്ലിക്കായിട്ട് തന്നെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇവര് PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറയാ? അവർക്ക് നടപ്പിലാക്കിയേ ഒക്കൂ. കാരണം അന്തർധാര, അത് വേറെ കാര്യം. താരനല്ല കേട്ടോ, അന്തർധാര. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശേട്ടൻ പറയുന്ന കാര്യം കേൾക്കണം. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഉടന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഉടന്ന് പോയിട്ടില്ല. എങ്ങനെയുണ്ട്?
പിന്മാറാൻ പറഞ്ഞിട്ട് ഒരു കത്തും പോയിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോ നൊണേഷൻ എന്നൊക്കെ പറഞ്ഞതിന് നമുക്കെതിരെയൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ ഇത് നൊണയല്ലാതെ പിന്നെ എന്തുണ്ടയാ കേക്കാം. താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന കേരളം അയച്ച കത്താണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത കാര്യം, ഫണ്ട് വാങ്ങി അതുകൊണ്ട് പദ്ധതിയിൽ തുടരാൻ നിർബന്ധിതരായി എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ഇതേക്കുറിച്ച് സംസാരിച്ചതാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിന് കേന്ദ്രം നൽകിയത് 99,27,00,000 രൂപയാണ്. ഈ തുക PM ശ്രീ പദ്ധതിയുടേതാണോ? അല്ല, ആ തുക SSK ഫണ്ടാണ്, സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട്. 2021 മുതൽ 25 വരെ 1171 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാനുണ്ട്. ഇതിലാണ് ആകെ 99,27,00,000 രൂപ കേന്ദ്രം നൽകിയത്, അതും PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിന് ശേഷം. ഈ PM ശ്രീ പദ്ധതിക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അതിൽ നോക്കിയാൽ കൃത്യമായ കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും കേരളം പൂർത്തിയാക്കിയിട്ടില്ല എന്നും കാണാം. ഏതൊക്കെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കും, ആ സ്കൂളുകൾ ഏതൊക്കെയാണ്, ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല. കേൾക്കണം, 1100 ചില്ലറ കോടി കേന്ദ്രം നമുക്ക് തരാനുണ്ട്. ഇവിടെ PM ശ്രീയിൽ ഒപ്പുവെച്ചപ്പോ 97 കോടി രൂപ തന്നു, അല്ലെങ്കിൽ 99 കോടി രൂപ തന്നു എന്നാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സതീശേട്ടൻ പറയുന്നത്. എന്തുവാടേ ഇത്? ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അണികൾ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും, ചിലപ്പോ ഇതിന്റെ അടിയിൽ വന്ന് തെറി വിളിക്കാനും വരും. കാരണം അടിമപ്പണി എടുക്കാൻ അവരെ കൊണ്ടേ കഴിയുള്ളൂ, നമ്മളെ കൊണ്ട് കഴിയില്ല. ഇനിയിപ്പോ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും നമ്മളത് പറയും. പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ലേ? അതുകൊണ്ടാണ്. കാരണം നമ്മളെ പോലുള്ള കുറച്ച് ആളുകള് പൗരന്മാരില്ലെങ്കിൽ ഒന്നും നടക്കൂലെന്നേ. നമ്മളല്ലേ അവർക്ക് വോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളല്ലാതെ ആര്? നമ്മളല്ലാതെ മറ്റാരുണ്ട് മക്കളെ ഈ മണ്ണിനായി എന്തെങ്കിലും ചൊല്ലിയിടുവാൻ? കേരളത്തിൽ നിലവിൽ PM ശ്രീ പദ്ധതിയുടെ തുക കിട്ടുന്ന 47 സ്കൂളുകളുണ്ട്. ഈ 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്കൂളുകളാണ്. 33 കേന്ദ്രീയ വിദ്യാലയങ്ങളും 14 നവോദയ സ്കൂളുകളും. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കും മുൻപാണ് ധാരണാപത്രം മരവിപ്പിക്കാനുള്ള കത്ത് കേരളം നൽകിയത്. പിന്നെ എങ്ങനെയാണ് PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കുക? എന്ത് പറയാനാണ്? ഇതൊന്നും പറഞ്ഞു കൊടുത്ത തലയിൽ കയറില്ലടോ ഈ അടിമകൾക്ക്. അതുകൊണ്ടാ ഇനി നമ്മുടെ ഷംസു ചേട്ടൻ എന്തൊക്കെയോ വന്ന് പുലമ്പുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഈ PM ശ്രീ വിഷയത്തിൽ കേരള ഗവൺമെന്റ് കേന്ദ്രവുമായി ഒരു MOU ഒപ്പിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതാരും നിഷേധിക്കാൻ കഴിയില്ല. ഒപ്പിട്ടതിന് ശേഷം ഈ വിഷയം ഒപ്പിടാത്തത് മൂലം തടഞ്ഞു വെച്ചിരുന്ന ചില ഫണ്ടുകളും റിലീസ് ചെയ്തു. ഇപ്പോഴും വേറൊരു ഫണ്ട് ഇതിനു വേണ്ടി റിലീസ് ചെയ്തു. അപ്പോൾ അന്ന് ഈ വിഷയത്തിൽ ഒപ്പിട്ടതിന് ശേഷം പിന്നീടൊരു തടസ്സം ഈ കാര്യത്തിൽ ഗവൺമെന്റ് പറഞ്ഞതെപ്പോഴാണ്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു, LDF വിഷയങ്ങളുണ്ടായി. എല്ലാ ഭാഗത്തും ആരെയും അറിയിക്കാതെ, ഗവൺമെന്റിലെ സഖ്യകക്ഷികളെയും മന്ത്രിസഭയും പോലും അറിയിക്കാതെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത്. തുടർന്ന് അവർ ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുന്നത് എന്താ? ഞങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ തീരുമാനം അറിയിക്കുന്നത് വരെ ഈ ഒപ്പിട്ട കരാർ തൽക്കാലം ക്യാപ്റ്റൻ അബേൻസ് തൽക്കാലം നിർത്തിവെക്കാം എന്ന് അറിയിച്ചു. അതിനുശേഷം നിരന്തരം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കത്തുകൾ വരുന്നുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ നിലപാട്? ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് കഴിഞ്ഞ ഗവൺമെന്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച. അന്ന് മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കി, ആ മന്ത്രിസഭ ഇപ്പോൾ ഇല്ല, ആ ഉപസമിതി ഇല്ല. അപ്പോൾ അതേ പണി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ചെയ്യുന്നത്. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കും. കേരളയിലൊക്കെ പിഴുതെറിഞ്ഞുമ്പോ എന്തായിരുന്നു ഡയലോഗില്ലേ? പ്രതിപക്ഷത്തിരിക്കുമ്പോ എന്തായിരുന്നു ഡയലോഗല്ലേ? അത് കയറി ഇരുന്നപ്പോഴാണ് അതിന്റെ കയ്പ് മനസ്സിലാവുന്നതല്ലേ? മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മധുരായിരുന്നു ഇതൊക്കെ. പക്ഷെ ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ കേരളം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും ഇവര് കാണിച്ചു തരും കേട്ടോ. കണ്ടില്ല കേട്ടില്ല ഇന്ന് നാളെ നിങ്ങൾ പറയരുത്. 5 വർഷം കഴിഞ്ഞാൽ ഇതേ കൈപ്പത്തിക്കം കയറേണ്ട വോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാരും ഒക്കെ തെളിഞ്ഞു വരും, ഒക്കെ കലങ്ങി തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഈ കല്ല് വെച്ച നുണകൾ ഇവരെങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 1 രൂപ പോലും PM ശ്രീയിൽ കേരളത്തിന് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടില്ല. സർവശിക്ഷാ അഭിയാൻ അതിന് വേണ്ടിയിട്ടാണ്, SSKക്ക് വേണ്ടിയിട്ടാണ്. അത് 1000 ചില്ലറ കോടി നമുക്ക് ഇപ്പോഴും കിട്ടാനാന്നാ പറയുന്നത്. അതിലാണ് 97 കോടി രൂപ കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ എന്തുവാണ് ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നേ? വീണ്ടും പിന്നീട് ഒരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അത് PM ശ്രീ ഫണ്ടല്ല എന്നാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതിൽ സ്റ്റാൻഡ് എടുത്തത്. അതല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല PM ശ്രീ ഫണ്ടാണ്. പിന്നെ മുഖ്യമന്ത്രി എന്തുണ്ടേ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം, കേട്ടോ. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികരിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരാണ് നുണ പറയുന്നത്? നിങ്ങളാണ് നുണ പറയുന്നത്. അത് SSKക്ക് കിട്ടിയ ഫണ്ടാണ്, സർവശിക്ഷ അഭിയാന് കിട്ടിയ ഫണ്ടാണ്.
ആ ഫണ്ട് ഒരിക്കലും PM ശ്രീയുടേതല്ല. അതേപോലെ തന്നെ ഇത് മരവിപ്പിച്ച ഒരു പേപ്പറാണ്. ഈ മരവിപ്പിച്ച പേപ്പർ നിങ്ങൾ എന്തിനാണ് വെയിലത്തിട്ട് ഉണക്കി അത് RSSന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്? ഇപ്പൊ RSS പറഞ്ഞ് മാത്രമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ ഒരു പേപ്പർ ഉണ്ടാക്കുന്നതാ, റെയിൽ ആകാശത്ത് കൂടെ വിടാൻ പോവാ, എന്നാ കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് BJPക്കാരൊക്കെ അനുകൂലിക്കുന്നു. അതെ, ഞങ്ങളും പരിശോധിച്ചതാ. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി വന്നിട്ട് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു. അത് VD സതീശനെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, കൊള്ളാം. ആരാണ് ഇവിടെ കാവി കളസ് ഇട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ? ഈ കാവി കളസ് ഇട്ട ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് അറിയോ? അവർ ഈ വർഷം ഇത്രയും സീറ്റിൽ ഇവിടെ അധികാരത്തിൽ വന്നത് ഇനി അത് ആവർത്തിക്കാനുള്ള സാധ്യതയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അടിവര ഇട്ട് വെച്ചോ, 6 മാസത്തിനുള്ളിൽ കലങ്ങി തെളിയും എത്ര കാവിക്കളസങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത്. 6 മാസത്തിനുള്ളിൽ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇവിടെ മുസ്ലിം ലീഗും UDFും തമ്മിൽ അകന്നു മാറിയിരിക്കും. കാരണം അവരുടെ അജണ്ട, അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ ഡിഫറൻറ്റാ. നേരെ തിരിച്ച് UDFന്റെ തീരുമാനങ്ങൾ എന്താണ്? അധികാരം നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടെ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കണം, എന്നിട്ട് BJP അവർ സെക്കൻഡ് ടീമിൽ കൊണ്ടുവരുത്തണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിരന്തരം കിടന്ന് കരഞ്ഞു പറയാറുണ്ടല്ലോ, ലെഫ്റ്റ് ഓർ റൈറ്റ്, അതിൽ ചാണകം പാടില്ല എന്നുള്ളത്. ഇവിടെ ചാണകത്തിനെ കയറ്റിയിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് ഊളത്തരാണ്. ഇവിടെ എന്തൊക്കെയാണ് BJP കാണിച്ചു കൂട്ടുന്നത് വ്യക്തമായിട്ട് എല്ലാവർക്കും ധാരണയുണ്ട്. പക്ഷെ ഒറ്റ ലക്ഷ്യം, അധികാരം. ഈ അധികാരമോഹം കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്നറിയോ? മനുഷ്യന്മാരുടെ മനസ്സിനകത്തുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളെ കൊല്ലാൻ ഇട്ട് കൊടുത്തിട്ടില്ല. 1000 കോടി രൂപയൊന്നും ഇലക്ട്രൽ ബോണ്ടും വാങ്ങിയിട്ടില്ല. ആകെ വാങ്ങിയത് BJPയും കോൺഗ്രസുമാണ്. അത് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഞാനായിരിക്കും. വേറെ ചാനൽസ് ഒന്നും പറയില്ല, പേടിയാണ്. നമുക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമി. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഒരു പൗരന്റെ കടമയാണ് സത്യങ്ങൾ വിളിച്ചു പറയാന്നുള്ളത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.